നെക്സ്റ്റ് നമ്മൾ കാണാൻ പോകുന്നത് സെൻസേഷൻ എന്ന് പറഞ്ഞൊരു ചെറിയ ടോപ്പിക്കാണ്. സെൻസേഷൻ, അതിന്റെ ഡെഫിനിഷൻ, എലമെന്റ്സ് ഓഫ് സെൻസേഷൻ, സെൻസേഷന്റെ ക്യാരക്ടറിസ്റ്റിക്സ്, പിന്നെ സെൻസറി മൊഡാലിറ്റീസ്, പിന്നെ എന്താണ് ട്രാൻസ്ഡക്ഷൻ ഓഫ് സെൻസറി ഇൻഫർമേഷൻ, അതിന്റെ പ്രോസസ്സിംഗ് എങ്ങനെയാണ്. സോ ഈ ടോപ്പിക്സ് നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. സോ വാട്ട് ഇസ് സെൻസേഷൻ? സെൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? Sensation is the process by which our sensory receptors detect and respond to various stimuli, allowing us to perceive the world around us. അതായത് നമ്മൾ പണ്ട് കുഞ്ഞുനാൾ തുടങ്ങി പറയുന്നതാണ് സെൻസ് ഓർഗൻസ്. എന്താ സെൻസ് ഓർഗൻസ് പറയുന്നത്? നമുക്ക് 5 സെൻസ് ഓർഗൻസ് ഉണ്ട് അല്ലെ? ഈ സെൻസ് ഓർഗൻസ് എന്ന് പറയുന്നത് നമ്മളെ എന്താ ചെയ്യുന്നത്? പുറമേ ഉള്ള നമ്മുടെ ചുറ്റുമുള്ള വേൾഡുമായിട്ട് നമ്മളെ പരിചയപ്പെടുത്തുന്നത് എന്താണ്? സെൻസ് ഓർഗൻസ് ആണ്. ഓക്കെ, ഏതൊക്കെയാണ് നമ്മുടെ സെൻസ് ഓർഗൻസ്? കണ്ണ്, മൂക്ക്, ചെവി, പിന്നെന്താണ്? നാക്ക്, പിന്നെ സ്കിൻ അല്ലെ? 5 സെൻസ് ഓർഗൻസ്. സോ സെൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? ഈ ഒരു പ്രോസസ്സിനെയാണ് നമ്മൾ സെൻസേഷൻ എന്ന് പറയുന്നത്. അതായത് നമുക്കൊരു സ്റ്റിമുലൈ കിട്ടി, ഒരു പെർട്ടിക്കുലർ എനർജി കിട്ടി. ഇപ്പൊ ലൈറ്റ് എനർജി ആണെങ്കിൽ കണ്ണിലോട്ട് വന്നു, അല്ലെങ്കിൽ കേൾക്കാനുള്ള എന്തെങ്കിലും ഹിയറിംഗ് ആണെങ്കിൽ, ഓഡിറ്ററി സിഗ്നൽ ആണെങ്കിൽ ചെവിയിലോട്ട് വന്നു. ഈ ഒരു എന്താ പറയുക വരുന്നത് നമ്മളെ സെൻസ് ഓർഗൻസ് സെൻസ് ചെയ്യുന്നതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസേഷൻ എന്ന് പറയുന്നത്. അപ്പൊ ഈ സെൻസേഷൻ എന്ന് പറയുന്നത് എന്താണ്? This is fundamental process this is a fundamental process അല്ലെങ്കിൽ ഇതാണ് സ്റ്റാർട്ടിംഗ് പോയിന്റ്. എന്തിന്? നമുക്ക് എക്സ്റ്റേണൽ എൻവയോൺമെന്റിനെ പരിചയപ്പെടുത്താനുള്ളതിന്. Okay, this foundational process is a starting point for understanding the external environment and our internal experiences. പിന്നെ എന്താണ്? സെൻസ് ഓർഗൻസിനെ നമ്മൾ എന്താണെന്ന് പറയുന്നുണ്ട്? ഗേറ്റ്വേസ് ഓഫ് നോളേജ് എന്ന് പറയുന്നുണ്ട്. കാരണം ഇത് ത്രൂ ആണല്ലോ നമ്മളെല്ലാം അറിയുന്നതും മനസ്സിലാക്കുന്നതും എല്ലാം. സോ അതുകൊണ്ട് തന്നെ സെൻസ് ഓർഗൻസിനെ നമ്മൾ എന്ത് പറയുന്നുണ്ട്? ഗേറ്റ്വേസ് ഓഫ് നോളേജ് എന്ന് പറയുന്നുണ്ട്. സോ ഇൻ ഷോർട്ട് നമുക്ക് എന്ത് പറയാം? സെൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താന്ന് പറയാം? ദ പ്രോസസ് ഓഫ് റിസീവിംഗ് ഇൻഫർമേഷൻ ത്രൂ അവർ സെൻസ് ഓർഗൻസ് ഇസ് കോൾഡ് സെൻസേഷൻ. നമ്മൾ സെൻസ് ഓർഗൻസിൽ കൂടെ നമ്മൾ എന്താ പറയുക ഇൻഫർമേഷൻ റിസീവ് ചെയ്യുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? സെൻസേഷൻ എന്ന് പറയുന്നത്. പിന്നെ ഡെഫിനിഷൻ നോക്കാം. എന്താണ്? സെൻസേഷൻ ഈസ് ദ ഇമ്മീഡിയറ്റ് ആൻഡ് ഡയറക്റ്റ് അവയർനെസ് ഓഫ് സെൻസറി സ്റ്റിമുലൈ. It is the detection in an interpretation of physical energy such as light, sound or touch by our sensory organs and the subsequent transmission of this information to the brain for further processing. അപ്പോൾ സെൻസേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ് പറഞ്ഞത്? ഈ ഒരു സ്റ്റിമുലൈ, സെൻസറി സ്റ്റിമുലൈയുടെ പ്രസൻസിന്റെ അവയർനെസ് ആണ്. ഓക്കെ, അവിടെ ഒരു സെൻസറി സ്റ്റിമുലൈ ഉണ്ട്, ഒരു ലൈറ്റ് വരുന്നുണ്ട്, അല്ലെങ്കിൽ ഒരു സൗണ്ട് കേൾക്കുന്നുണ്ട് എന്നുള്ളതിന്റെ അവയർനെസ് ആണ്. അത് എന്ത് തരം എനർജീസ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്? ഫിസിക്കൽ എനർജി എന്തൊക്കെ ആവാം? ലൈറ്റ് ആവാം, സൗണ്ട് ആവാം, ടച്ച് ആവാം. ഓക്കെ, സോ ഈ എനർജീസിന്റെ ഒരു അവയർനെസ്സിനെയാണ് എന്ത് പറയുന്നത്? സെൻസേഷൻ എന്ന് പറഞ്ഞത്. അത് കഴിഞ്ഞ് ഈ സിഗ്നൽസിനെ നമ്മൾ എന്ത് ചെയ്യും? ഇതിനെ നമ്മൾ ഫർദർ പ്രോസസ്സിങ്ങിനായിട്ട് നമ്മൾ ട്രാൻസ്മിറ്റ് ചെയ്യും. ഓക്കെ.